ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ വെക്കേഷൻ ട്രിപ്പായിട്ട് വയനാട്ടിലേക്കൊന്ന് പോയാലോ? ഞാനിപ്പോൾ പോയത് നോർമൽ നമ്മളെപ്പോഴും പോകുന്ന പോലെ തന്നെ KSRTC ഉല്ലാസയാത്രയ്ക്കാണ്. അപ്പോൾ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് അടിപൊളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത് KSRTC ഉല്ലാസയാത്ര തന്നെയായിരുന്നു. അപ്പം മോർണിംഗ് 6 മണിക്ക് നമ്മളോട് നമ്മുടെ സ്ഥലത്തേക്ക് വന്ന് നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചേർക്കര ആയതുകൊണ്ട് അവിടെ വന്നിട്ട് നിന്ന് അപ്പോൾ ആ ഒരു റൂട്ടിലേക്കാണല്ലോ പോകുന്നത്, കൂത്തുപറം വഴി. അപ്പോൾ നമ്മളവിടെ പിക്ക് ചെയ്തു. അപ്പം ഞാൻ പോയത് ഡിസംബർ 25 ക്രിസ്മസിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും തിരക്കുണ്ട് എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പോയ ഓരോ സ്ഥലത്തും ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ KSRTC എല്ലാവരും കയറിയ മുതലേ എല്ലാവരും സെൽഫ് ഇൻട്രഡക്ഷൻ തുടങ്ങി. ഡിസംബറിൽ ഇത്രയും തണുപ്പ് ഫസ്റ്റ് ടൈം ആട്ടോ. എല്ലാവരും മഞ്ഞക്കെല്ലാം ഇട്ടിട്ട് ഭയങ്കര ത്രില്ലിലാണ്. ഇപ്പം നമ്മൾ കൂത്തുപറമ്പ് ആയിരുന്നു. 6 മണിക്കാണ് പുറപ്പെട്ട. അപ്പോൾ നമ്മൾ മോർണിംഗ് 6 മണിക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വയനാട് എത്തിയില്ല കേട്ടോ. കാരണം വയനാട് നമുക്ക് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ലല്ലോ. മാനന്തവാടി കഴിഞ്ഞാൽ വയനാട് എത്തിയല്ലോ. സോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡിസംബറിൽ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അതിൻ്റേതായ ആ ഒരു പ്രൊട്ടക്ഷനിൽ തന്നെ പോകാട്ടോ. ഞാൻ സ്വെറ്ററോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലേനു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തണുപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. സോ ഇത് നമ്മൾ ചുരം കയറാൻ പോവാട്ടോ. അപ്പോൾ ചുരം കയറുന്നതിന് മുന്നേ ജസ്റ്റ് ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഗൈസ് നല്ല തണുപ്പാട്ടോ. ഞാൻ ഇത്തിരി പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയാണ് ഞാൻ സ്വെറ്റർ എടുത്തിട്ടായിരുന്നു. ഗൈസ് നമ്മൾ ചുരം കയറുകയാണ്. വയനാട് ചുരം. ഇഡ്ഡലി സാമ്പാർ ചട്നി ഇഡ്ഡലി സാമ്പാർ ചട്നി പൊറോട്ടി വടപ്പാവ് പൊറോട്ട ചപ്പാത്തി പൊറോട്ടി വടപ്പാവ് പൊറോട്ട ചപ്പാത്തി ഗൈസ് ഫുൾ പാട്ടും അടിപൊളിയെല്ലാം ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഗൈസ് നോക്കിക്കോളൂ കോടാ. ഏർലി മോർണിംഗിൽ
സാധാരണ ഡിസംബർ നവംബർ ആ ഒരു ടൈമിലാണല്ലോ നമ്മുടെ കാപ്പിയൊക്കെ നന്നായിട്ട് എന്താ പറയുക മൂത്ത് വരുന്ന സമയം. അതുകൊണ്ട് തന്നെ കാപ്പിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് പഴുത്ത് ഫുള്ള് കാപ്പിത്തോട്ടത്തിലൊക്കെ മൊത്തം കാപ്പിക്കുരു എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു. അന്നേരം നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല നല്ല കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ. നല്ല കോടയാണ്, അടിപൊളി വൈബാട്ടോ, അടിപൊളി വൈബ്. അത്ര നല്ല തണുപ്പുണ്ട് കേട്ടോ. ഊട്ടിയിലെ തണുപ്പ് തന്നെയാണ് കേട്ടോ, അത്രയും തണുപ്പാ. നിറച്ചു കാപ്പി തോട്ടാട്ടെ ഇവിടെ. അങ്ങോട്ട് മേലോട്ടെല്ലാം ഫുള്ള് കാപ്പിയാണ്. നല്ല തണുപ്പാണ് ഗൈസ്, കയ്യെല്ലാം പരിമിച്ചു പോയി. ഗൈസ് നിറച്ച തേയിലത്തോട്ടാണ്. അങ്ങനെ നമ്മളിതാ ചുരം കയറി കഴിഞ്ഞ് നമ്മൾ വയനാട് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെർവ് ചെയ്യുന്നത് ഡ്രൈവറും കണ്ടക്ടറും തന്നെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. കഴിച്ച് ഞാൻ ഫസ്റ്റും നൂൽപുട്ടും കടലക്കറിയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ്. നല്ല തണുപ്പ്, നല്ല വിശപ്പ്. അത് ചൂടില്ല, കുറച്ചു നല്ല തണുപ്പത്ത് ചായ കുടിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. ആ ചൂടില്ല. നല്ല ഫുഡാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് അറിയും ഫുഡൊക്കെ. ഞാൻ പൂരിയും നൂൽപുട്ടും അയച്ച. ഞാൻ പൂരിയും പാചകം അയച്ച. ഹലോ, ഹായ്. ഞാനും ബോബും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മിനിറ്റ് റെസ്റ്റ് കേട്ടോ. ഇപ്പം കുറച്ച് വെയിലെല്ലാം വന്ന് തണുപ്പെല്ലാം ഒരു പകുതിയോളം പോയി കേട്ടോ. വയനാട് എത്തി നമ്മൾ. ഇനി ഫസ്റ്റ് പോകുന്നത് എന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. വണ്ടി ഇവിടെ നിർത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളിങ്ങനെ പോകുന്നേരം നമ്മുടെ വസന്തേച്ചാന്ന് തോന്നുന്നു നല്ല ഉണ്ണിയപ്പം കൊടുക്കുന്നതിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വസന്തേച്ച് കൊണ്ടുതന്നു ഉണ്ണിയപ്പം, അടിപൊളി.
വിളിച്ചു. സോ ഗായ്സ് നമ്മള് എന്നൂരെത്തിന് ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്കാ. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞ് നമ്മളിവിടെ ഒരു സൈഡിലേക്ക് നിൽക്കാണ്. ആളൊഴിഞ്ഞ് കഴിഞ്ഞാൽ ജീപ്പിലേക്ക് പോകണം, കുറച്ച് ഓടാനുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അത് ഭയങ്കര കൈ പിടിക്കണേ, ഭയങ്കര റഷാ ഗൈസ്. എന്താണെന്ന് അറിയില്ല, ഇത് ഞായറാഴ്ചയാണ്, പക്ഷെ ക്രിസ്മസ് ആയോണ്ടായിരിക്കും ഇത്ര ആള്. ഓരോരോ ജീപ്പിലായിട്ട് ആളെ കൊണ്ടുപോക്കാം. കുറെ ഗൈസ് ഇവള് സ്കൂൾ ടൂറിന് ഇവള് വന്നിന് എന്നൂര്. കുറെ പോകാനുണ്ട് ഇവിടുന്ന്, ഓഫ് റോഡ് പോകണം കുറച്ച്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. പോക്ക എങ്ങനെ ഉണ്ട്, ഇങ്ങനെ വരും. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാപ്പിൻ്റെ ആ ഒരു കുരു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഞാൻ അടുത്ത് നിന്നിട്ട് കാപ്പിക്കുരു കാണുന്നത് ആദ്യമായിട്ടാട്ടോ. അപ്പം ഇതാണ് ഈ ഐറ്റം. അപ്പം ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാലാന്ന് തോന്നുന്നു ഇവർ വറിക്കുന്നത്, എന്നിട്ട് ഉണക്കലാന്ന് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അങ്ങനെ ഇതാ ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ, ഏകദേശം ഒരു 1.5 മണിക്കൂർ കാത്തിരിപ്പിനൊടുവിൽ നമ്മളിതാ ജീപ്പിൽ കയറി എന്നൂര് എത്തി. ഈ ഒരു സ്ഥലത്തെത്തുന്നത് വരെ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, കാരണം ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ എന്താ പറയണ്ടേ, അത്രയും അടിപൊളിയാണ്. എന്താ പറയുക, ഇവിടെ കയറാൻ എൻട്രി ഫീസ് 50 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ എന്താ പറയുക, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ ഇവിടുത്തെ ഇതാ സൈഡ് വ്യൂ ഒക്കെ അടിപൊളിയാട്ടോ. ഗായ്സ് നല്ല ക്ഷീണം പിടിക്കോട്ടോ. സമയം ഇപ്പം 12 മണിയായി, പിന്നെ തുടങ്ങിയിട്ടില്ല. കയറ്റം മൊത്തം കയറണം, കാണിച്ചാലേ. ഇവിടുന്ന് അങ്ങ് വരെ നടക്കണം കേട്ടോ. അയ്യോ നല്ല വ്യൂ ആണ്, നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. എന്നൂര് എത്തിയാലും നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം നടക്കാനുണ്ട് കേട്ടോ. എന്നാൽ നമ്മളെ നടത്തത്തിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ആദ്യം തന്നെ കയറുന്നത് ഇതുപോലത്തെ ഒരു ഹോൾ ആ ഒരു സ്ഥലത്താണ്. അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നടന്നിട്ട് വീണ്ടും ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ചൊരു പണിയാണ് നടക്കാൻ കേട്ടോ. പിന്നെ അവർ ഓരോരോ ഭാഗത്തും ഓരോരോ എന്താ പറയുക സംഭവങ്ങളെല്ലാം. പൈതൃക ഗ്രാമമല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീം, ചായ, കാപ്പി അതെല്ലാം കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ച്. ഭയങ്കര വെയിലാണ്, 12 മണിൻ്റെ വെയിൽ നിങ്ങൾക്ക് അറിയണം, ഭയങ്കര വെയിലാണ്. അപ്പോൾ ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ച്. ഇനി ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. സത്യം പറയാലോ, കുട്ടികളെ കൂട്ടിയിട്ട് വരുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല, കുറേ നടക്കാനുണ്ട്. ഓക്കെ, അങ്ങ് വരെ നടക്കണം ഗൈസ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടം വരെ നടക്കണം. അങ്ങോട്ട് ചിൽഡ്രൻസിൻ്റെ പാർക്കൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കളിപ്പിക്കാനുള്ള ത്രാണിയില്ല. അതൊന്ന് ഇതൊന്ന് കാണണം. ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദിവാസികളുടെ ഊര്, അത് എന്താ പറയുക റീക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ എന്നൂരിൽ നിന്ന്. നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പം 4-5 വീടുകളുണ്ടാവും, പക്ഷെ ഓരോ വീട്ടിലും ഓരോ പ്രത്യേകതകളാണ് കേട്ടോ ഉള്ളത്.
പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുമ്പോട്ട് നടക്കുന്നതോടും ഇവരെ തന്നെ ആ ഒരു എന്താ പറയുക കുറേ ഐറ്റംസുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞാനത് ആ ഭാഗത്തേ പോയിട്ടില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ അമ്പെയ്ത്ത് കേന്ദ്രം കണ്ടത് കേട്ടോ. പാളം പരിചയം വെള്ളം ഇത് മൂപ്പൻ. ഇത് പണ്ടത്തെ മൂപ്പനായിരിക്കും. വലിയ വെള്ളം ചൊല്ലും പണ്ടത്തെ അങ്ങനെ അമ്പെയ്ത്തൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ മോന് നന്നായിട്ട് വീണ്. അതാണ് ഓനെയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുന്നത് കേട്ടോ. നന്നായിട്ട് വീണിനു. അങ്ങനെ ഇതാ നന്നായിട്ട് വീണ് മോനെയും തട്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ ഓരോരോ വീടുകളിലും ഓരോരോ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ 2-3 വീട്ടിലൊന്നും പോയിട്ടില്ല കേട്ടോ. ആകെ 2 വീട്ടിലേ പോയിട്ടുള്ളൂ. അപ്പോൾ ഒന്നിൽ കയറിയപ്പോൾ ഇതായിരുന്നു കണ്ടത്. നാദസ്വരം ഉണ്ടാക്കുന്ന ഒരാളുണ്ടേനു. പിന്നെ ഇവിടെ മ്യൂസിക്കലായിട്ടുള്ള ഒരുപാട് ഐറ്റംസും ഉണ്ടായിരുന്നു. ഇത് ഇവരെ തന്നെ മേക്കിംഗ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആട്ടോ. വലിയതാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ വരും കാലങ്ങളിൽ സ്റ്റേക്കുള്ള ഒരു ഇതുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചിലതിലെല്ലാം റൂമുണ്ട്, ചിലതിലെല്ലാം റൂമില്ല. അങ്ങനെ ഓരോരോ ടൈപ്സ് ഓഫ് വീടുകളാണ് കേട്ടോ ഉള്ളത്. നന്നായിട്ട് എന്താ പറയുക, കാലിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നടന്നിട്ട് കാണാം കേട്ടോ. എന്തായാലും നന്നായിട്ട് ക്ഷീണം പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മൾ അത് മാത്രമല്ല നോക്കേണ്ടത്. നമ്മൾ ഇത് കണ്ടിട്ട് ആസ്വദിച്ച് വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഫുള്ള് ഫ്രീ ആയിരിക്കും കേട്ടോ. അത്രയും അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ. പിന്നെ പണ്ടത്തെ ആൾക്കാരെ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ ആ ഒരു മൂപ്പനും അതേപോലെ ഒരുപാട് ആൾക്കാരെ ചിത്ര പ്രദർശനം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദിവാസികളുടെ ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്രിസ്മസിൻ്റെ ആ ഒരു അലങ്കാര പണികളൊക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പണ്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഇതാ 2-3 അമ്മമാർ ഇതുപോലെ ഒലക്കയിൽ ഇങ്ങനെ നെല്ല് കുത്തുന്നത് കേട്ടോ. അപ്പോൾ അതെൻ്റെ കണ്ണിൽപ്പെട്ട് തരാം. അപ്പോൾ ഇവർ ഇതിനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്, പുതിയ തലമുറക്ക് കാണിച്ചു തരുന്നതാണ് പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് അരിയൊക്കെ ഇടിച്ചിരുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ അവർ ഇതിനായിട്ട് നിന്നത്. ഇതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചെരുപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാം. അങ്ങനെ നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ച് പോകാനും 1.5 മണിക്കൂർ വന്നിട്ട് നടന്നിട്ട് പോകണ്ടേ. അങ്ങനെ ഇതാ ജീപ്പ് വന്ന് ജീപ്പിലേക്ക് കയറി നമ്മൾ തിരിച്ച് പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലക്കിടി വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. നമ്മൾ കറങ്ങി വന്ന് കാഴ്ച നല്ലൊരു കാഴ്ച കാണണം. അപ്പോൾ കാണിച്ചല്ല, അടിപൊളി കാഴ്ച. പശുക്കളെ മേയ്ക്കുന്നു. പശുക്കൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശുക്കൾ. ഹായ്, ഇതിനെ മേയ്ക്കുന്നു പുല്ല് തിന്നാൻ. ആയിക്കോട്ടെ പശു. പക്ഷെ ഇതെല്ലാം നല്ല രസമല്ലേ ഗൈസ് കാണാൻ. ഇതെല്ലാം ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാലേ കാണാൻ പറ്റും. പശുക്കളെല്ലായിടത്തും കാണും, പക്ഷെ ഇതുപോലെ ഇങ്ങനെ മേയ്ക്കുന്നതും അതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണാം. ഭംഗിയുണ്ട്, സൂപ്പർ. ഈ പശുവിന് ഇവിടെ മാത്രം താരം. പശു അങ്ങോട്ട് ഓടാം. നമ്മുടെ എന്നൂരിലേക്ക് എത്താൻ 2 കിലോമീറ്റർ നടക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നടന്നിട്ട് പോകുമ്പോൾ നല്ല വൈബാണ്. പണിയാട്ടോ. പിന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്യാലോ. ഗായ്സ്, നമ്മളിപ്പോൾ ഇതാ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ലക്കിടി വ്യൂ പോയിന്റ്. കണ്ടാ, വയനാട് മൊത്തം കാണാം ഇവിടെ വന്നാൽ. അടിപൊളി, നല്ല
ഭംഗിയുണ്ടാവണം. ഇവിടെ ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കോട കാണാം കേട്ടോ. വ്യൂ പോയിന്റ് കാണുന്നതായാലും നല്ല വെയിലാട്ടോ. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. നല്ല താളി വിത്ത് മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാത്തവർക്ക് നോർമൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി. അങ്ങനെ നമ്മളിപ്പോൾ വ്യൂ പോയിന്റും കണ്ട് നടക്കുക കേട്ടോ തിരിച്ച് KSRTCയിലേക്ക്. ബിക്കോസ് നമ്മൾ 1.5 മണിക്കൂർ ലേറ്റായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നൂരിലേക്ക് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ 1.5 മണിക്കൂർ ലേറ്റായി. അതുകൊണ്ട് 2 സ്ഥലത്തേക്ക് ക്യാൻസലായി. അവിടെ എന്തായാലും എത്താൻ പറ്റില്ല. അതുകൊണ്ട് 2 സ്ഥലം ക്യാൻസൽ. അപ്പോൾ ലക്കിടി വ്യൂ പോയിൻറ്റും കണ്ടിറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ചങ്ങലമരം. നമ്മുടെ പണ്ട് കാലം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചങ്ങലമരത്തിലേക്ക് പോകുന്ന വയനാട് ട്രിപ്പൊക്കെ പോകുമ്പോൾ പറഞ്ഞു തരത്തില്ലേ, നമ്മുടെ ഒരു മൂപ്പൻ്റെ ഒരു ആത്മാവിനെ പിടിച്ച് കിട്ടിയ മരം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അവർ ആ ഒരു പ്രതിമയും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കണ്ടു. അത് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ, പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പൂക്കോട് ലേക്കിലേക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ടും ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ടും എല്ലാ സ്ഥലത്തും അത്യാവശ്യം നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഈ ഒരു പ്രത്യേക ഇതുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ, ക്രിസ്മസ്, ന്യൂ ഇയർ, അങ്ങനത്തെയൊക്കെ ടൈമിൽ, ഓണം, അങ്ങനത്തെ ടൈമിൽ മെയിനായിട്ട് ആ ഒരു ദിവസം പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് അധികം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് കുറേ ആൾക്കാരുണ്ട്, കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. ഒന്നാമത് വെയിറ്റിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. കുറേ കുരങ്ങന്മാരുണ്ട്. പിന്നെ ഒരു തടാകമുണ്ട് കേട്ടോ. നമ്മളെത്തിയ ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ടല്ലേ ഇവിടെ മാക്സിമം 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോട്ടിങ് യാത്ര പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബോറിങ് ആയിരുന്നു ഈ ഒരു സ്ഥലത്ത് വന്നേരം. പക്ഷേ അവിടുന്ന് വന്നതിനാലും നമ്മൾ ആ ഒരു പൂക്കോട് ലേക്കിൻ്റെ ആ ഒരു കയറുന്ന എൻട്രൻസിൽ തന്നെ ചെറിയൊരു മിനി എക്സിബിഷൻ നടക്കുന്നുണ്ടേനു. ഇവരെന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരേ ഐറ്റംസ്, ബാഗ്, കാര്യങ്ങൾ, പാത്രങ്ങൾ, അതുപോലെ സ്പൂണുകൾ, അങ്ങനത്തെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ നമ്മളെ ആക്സസറീസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവരെന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ മസാലപ്പൊടികൾ, മസാല ചായപ്പൊടികൾ, പിന്നെ തേന്, പിന്നെന്താ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പുൽത്തൈലൊക്കെ ഇല്ല, അതൊക്കെ ഒറിജിനലായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒറിജിനൽ കിട്ടുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ പറ്റിക്കപ്പെടില്ല, ഇതൊക്കെ ഒറിജിനലായിരിക്കും. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുമ്പം മണം മാത്രമേ ഉണ്ടാവും, ഗുണം ഉണ്ടാവില്ല. കാരണം ഒരു യൂസിലും സ്മെല്ല് മാത്രമേ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് നല്ല അടിപൊളിയായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് നല്ല സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊരു റേറ്റ് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിന് കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ പോയത് ചായ കുടിക്കാനായിരുന്നു. അപ്പോൾ ഒരു 5 മണി കഴിഞ്ഞ് 5:15 ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ കയറി. പ്രത്യേകിച്ച് ചായൻ്റെ ഫാൻ അല്ലാത്തത് കൊണ്ട് എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു ചായ കുടിക്കാൻ. പക്ഷെ എന്തായാലും ഈ ഒരു പാക്കേജിൽ ചായയും കൂടി ഉൾപ്പെടുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കാരാപ്പുഴ ഡാമിലേക്കായിരുന്നു, കാരാപ്പുഴ പാർക്ക്. അങ്ങനെ അവിടെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയത് കൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മെയിനായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ 5:45 6 മണിയോടടുക്കെയാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോയി കയറി സ്പീഡിൽ വേഗം പോയി വന്ന് അങ്ങനെ ആയില്ല, എക്സ്പീരിയൻസ് ചെയ്യാണ്ട് അത് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ കയറിയതൊക്കെ ഓക്കെ, പെട്ടെന്ന് കയറിനേനോ വെയിറ്റ് ഒന്നും ചെയ്തിട്ടില്ല.
പക്ഷെ ആ ഒരു ടൈം ഉണ്ടല്ലോ, അവരാണെങ്കിൽ 7 മണിയാകുമ്പോഴത്തേക്കിനും അത് ക്ലോസും ചെയ്യും. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് ഇത്രയും നടന്ന് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് ഇമ്പോസിബിളാണ്. നടന്ന് കാണണം, ആസ്വദിച്ച് കാണണ്ടേ. പിന്നെ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യും. പക്ഷെ ഒരുപാട് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് നടന്നെത്താൻ തന്നെ ഒരു ടൈം ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ ഇവിടെ സ്വിങ്ങിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ സ്വിങ്ങിലൊക്കെ കയറി, ഞാനും കയറി. ഒരാൾക്ക് കയറാൻ 150 രൂപയാണ്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. ഇവരെ ഒരു എൻട്രി ഫീസ് മാത്രമേ ഫ്രീ ആയിട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ പൈസ കൊടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനും മക്കളൊക്കെ ഈ ഒരു സ്വിങ്ങിൽ കയറി. അത് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ അതന്നെ, ഇത് കഴിയുമ്പോഴത്തേക്ക് ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ആകില്ല. പ്രത്യേകിച്ച് നമ്മൾ ഉമ്മമാരൊക്കെ ഇങ്ങനത്തെ റൈഡ്സിലൊന്നും കയറില്ലല്ലോ. അപ്പോൾ അവരൊക്കെ കുറേ കാഴ്ചകൾ കാണാനുണ്ടാവുമല്ലോ. ഇവിടെ വന്ന് എന്തായാലും കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ടും ഇവരെ ടൈം ഔട്ടായതുകൊണ്ടും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നല്ല ഗാർഡനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് രാത്രിത്തെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ മടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ KSRTCയിൽ പോകാൻ താല്പര്യമുള്ള ആൾക്കാർ തൊട്ടടുത്തുള്ള ഡിപ്പോയിൽ തന്നെ പോയിട്ട് എവിടെയാണോ അവർ ടൂർ പാക്കേജ് നടത്തുന്നത് അത് അവർ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്, ഒരിക്കലെങ്കിലും പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്. താങ്ക് യു.